അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഞാൻ ഔലിയ മുഹമ്മദ് ഷരീഫ് മണാർക്കാട്. യഥാർത്ഥത്തിൽ ഇസ്ലാം അഥവാ സമാധാന മതം പ്രവാചകനായ മുഹമ്മദ് നബിക്ക് സർവശക്തനായ അള്ളാഹു അവൻ്റെ വിശുദ്ധ ഗ്രന്ഥമായ ഖുർആനിലൂടെയും അതേപോലെ പ്രവാചകൻ്റെ ജീവിതചര്യ അഥവാ ഹദീസിലെയും ഈ രണ്ടു ഗ്രന്ഥങ്ങളിലൂടെയും അള്ളാഹു അറിയിച്ചു കൊടുത്ത സമൂഹത്തെ പ്രബോധനം ചെയ്യാൻ, യഥാർത്ഥ സത്യത്തിലേക്കും ശാസ്ത്രത്തിലേക്കും സമൂഹത്തിൻ്റെ നന്മയിലേക്കും സമാധാനത്തിനും വേണ്ടി പ്രപഞ്ചനാഥൻ ഇറക്കപ്പെട്ട ഗ്രന്ഥം അതാണ് വിശുദ്ധ ഖുർആൻ. ആ ഖുർആനും പ്രവാചകൻ്റെ സുന്നത്ത് അഥവാ ഹദീസ്, ഇവ രണ്ടും ഒത്തുചേരുമ്പോഴാണ് ഒരു യഥാർത്ഥ വിശ്വാസി ആവുന്നത്. അതിന് വിപരീതമായി പ്രവർത്തിച്ചാൽ അയാൾ മുസ്ലിമുമല്ല, മുഅ്മിനുമല്ല. അതുകൊണ്ട് അതെൻ്റെ വാപ്പ പ്രവർത്തിച്ചാലും എൻ്റെ ഉമ്മ പ്രവർത്തിച്ചാലും എൻ്റെ ഭാര്യ മക്കൾ പ്രവർത്തിച്ചാലും, അത് മുഹമ്മദ് നബിയുടെ വാപ്പയായാലും ഇബ്രാഹിം നബിയുടെ വാപ്പയായാലും, അത് പഴേരി മുഹമ്മദ് ഷരീഫായാലും MA ഗ്രൂപ്പ് ചെയർമാൻ MD യൂസഫ് അലി സാഹിബായാലും, അതുപോലെ തന്നെ നമ്മുടെ UAE ഭരണാധികാരികൾ ആയാലും, EKA സമസ്തയെയും AP സമസ്തയെയും ശിഹാബ് തങ്ങളെയും ആത്മീയമായി പിൻപറ്റാനുള്ള യാതൊരു അടിസ്ഥാനവും ഇസ്ലാമിലില്ല. അങ്ങനെ നിങ്ങൾ ചെയ്യുകയും അവർക്ക് വേണ്ടി നിങ്ങൾ സഹായിക്കുകയും ചെയ്താൽ നന്മക്ക് പകരം നിങ്ങൾക്ക് തിന്മയായിരിക്കും അഥവാ ശിക്ഷയായിരിക്കും അള്ളാഹുവിൽ നിന്നുണ്ടാവുക. കാരണം ഇവർ ഏകദൈവ വിശ്വാസത്തെ പ്രചരിപ്പിക്കാതെ സ്വന്തമായി മതമുണ്ടാക്കി സമൂഹത്തെ സത്യത്തിൽ നിന്നും അകറ്റി നിർത്താൻ വേണ്ടി പ്രവർത്തിക്കുന്നതാണ്. അള്ളാഹുവാണ് സത്യം. ഇതിന് എനിക്ക് യാതൊരു പ്രതിഫലമോ അല്ലെങ്കിൽ യാതൊരുവിധ ആനുകൂലികമായ സംരക്ഷണമോ ആരുടെ ഭാഗത്തുനിന്നുമില്ല. അള്ളാഹുവിൻ്റെ പ്രത്യേകമായ സംവിധാനമുള്ളത് കൊണ്ട്, ആ സംരക്ഷണമുള്ളത് കൊണ്ടാണ് എനിക്കിങ്ങനെ തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യം പോലുമുള്ളത്. ഇത് മുസ്ലിം സമൂഹത്തിനും അറിയാം, ഇതര വിശ്വാസികൾക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ ഇത് പറയുക എന്നത് എൻ്റെ കർത്തവ്യമാണ്. ഇത് പ്രവർത്തിക്കുക എന്നത് ഓരോ വിശ്വാസിയുടെയും കടമയാണ്. അതനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് ഈ ലോകവുമുണ്ട്, നാളെ പരലോകവുമുണ്ട്. ഇല്ലെങ്കിൽ ഈ ലോകത്തും നിങ്ങൾക്ക് പ്രതിസന്ധികൾ ഉണ്ടാവാം, നാളെ പരലോകത്ത് തീർച്ചയായും നിങ്ങൾ ശിക്ഷിക്കപ്പെടും. അതുകൊണ്ട് നിങ്ങൾ സമസ്തകളെ വിടുക, ഇസ്ലാമിലേക്ക് വരിക. സുന്നി വിടുക, മുസ്ലിമായി ജീവിക്കുക. അള്ളാഹു അത്തരം വിവേകമുള്ള ഒരു സമൂഹത്തെ നമുക്ക് നൽകുമാറാവട്ടെ. ഇതിന് വിപരീതമായി പ്രവർത്തിക്കുന്നവരുടെ പേരാണ് മുശ്രിക്കുകൾ അഥവാ ഇന്നത്തെ സുന്നികൾ. അത് ബിംബ ആരാധനയ്ക്ക് തുല്യമാണ്. ഉദാഹരണ സഹിതം ഞാൻ പറഞ്ഞു തരാം. മരിച്ചവരാരും ചെവി കേൾക്കുകയോ കണ്ണു കാണുകയോ ഇല്ല. അവരോട് നാം സഹായം ചോദിക്കുക. അതുപോലെ തന്നെ ബിംബങ്ങളോട് സഹായം ചോദിച്ചാൽ അവർക്കും കണ്ണു കാണുകയോ കേൾക്കുകയോ ഇല്ല. ഇവ രണ്ടും ഒന്നാണ്. വ്യത്യസ്തമായ രീതിയിൽ നിങ്ങൾ അറബി പദങ്ങൾ ഉപയോഗിച്ചതുകൊണ്ടോ സംസ്കൃത പദം ഉപയോഗിച്ചതുകൊണ്ടോ അന്നത്തെ സുറിയാനി ബൈബിൾ വായിച്ചതുകൊണ്ടോ കാര്യമില്ല. നിങ്ങൾ ഒരു യഥാർത്ഥ വിശ്വാസിയാകണമെങ്കിൽ ഏകദൈവത്തെ വിളിക്കുക. അത് യഹോവ എന്ന് വിളിച്ചാലും ജഗദീശ്വരൻ എന്ന് വിളിച്ചാലും
ഭഗവാൻ എന്ന് വിളിച്ചാലും ദൈവമെന്ന് വിളിച്ചാലും അള്ളാഹു എന്ന് വിളിച്ചാലും വിളി കേൾക്കുന്നവൻ ഏകനായ പ്രപഞ്ച സൃഷ്ടാവാണ്. ആ ഊർജ സ്രോതസ്സുകളുടെ അല്ലെങ്കിൽ മലായിക്കത്തുകളുടെ ഉടമസ്ഥനായ അള്ളാഹുവിനാണ് പരമാധികാരം. ആ 99 ഇസ്മുകൾ അഥവാ പേരുകൾ അത് പ്രപഞ്ചത്തിലെ മറ്റ് ഒരാൾക്കും അള്ളാഹു നൽകപ്പെട്ടിട്ടില്ല. ആ പേരുകൾ അള്ളാഹുവിൽ മാത്രം അർപ്പിതമാണ്. അതുകൊണ്ട് തന്നെ അത്തരം സിഫത്തുകൾ അല്ലെങ്കിൽ അത്തരം ഗുണഗണങ്ങൾ ഉള്ള അള്ളാഹു പരിശുദ്ധനാണ്. അവൻ്റെ കഴിവുകൾ പ്രപഞ്ചത്തിൽ ജീവിച്ചിരിക്കുന്നവർക്കോ മരിച്ചവർക്കോ അല്ലെങ്കിൽ പ്രവാചകനെയോ ഔലിയോ വിളിച്ചു പ്രാർത്ഥിച്ചാൽ നിങ്ങൾ കിട്ടുകയില്ല. എന്നാൽ ജീവിച്ചിരിക്കുന്ന പ്രവാചകന്മാർ, ഔലിയാക്കൾ, അവർ യഥാർത്ഥ ആളുകൾ, സത്യത്തിൻ്റെ ആളുകളാണെങ്കിൽ അവരോട് നിങ്ങൾ സഹായം ചോദിച്ചാൽ ഈ അള്ളാഹു അല്ലെങ്കിൽ ഈ ജഗദീശ്വരൻ അല്ലെങ്കിൽ ഈ യഹോവ നിങ്ങൾക്ക് സഹായം എത്തിക്കും ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് സമസ്തയെ വിടുക, സുന്നി വിടുക. അവരെ സഹായിച്ചാൽ നിങ്ങൾക്ക് പ്രതിഫലത്തിന് പകരം ശിക്ഷ അള്ളാഹു നൽകപ്പെടും. അള്ളാഹു സാക്ഷി. ഇത്തരം വീഡിയോകൾ നിങ്ങൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇതിന് പ്രചോദനമായി നിങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ നിങ്ങൾക്ക് വലിയ പ്രചോദനങ്ങളും വലിയ പ്രലോഭനങ്ങളും വലിയ വാഗ്ദാനങ്ങളും അതുപോലെ നിങ്ങളുടെ സമ്പത്തുകൾ ഇവർക്ക് വേണ്ടി നിങ്ങൾ ചെലവഴിക്കുമ്പോൾ അത് ഏത് മാർഗത്തിലാണ് ചെലവഴിച്ചത് എന്ന് അള്ളാഹു നിങ്ങളോട് ചോദിച്ചാൽ എന്ത് ഉത്തരം നിങ്ങൾ പറയും? ഞങ്ങൾ മുശ്രിക്കാവുന്നവർക്ക് വേണ്ടി അല്ലെങ്കിൽ ആക്കാൻ ശ്രമിക്കുന്നവർക്ക് വേണ്ടി ചിലവാക്കി എന്നെങ്ങാനും അള്ളാഹുവിനോട് പറഞ്ഞാൽ, അത് ഹിന്ദു പറഞ്ഞാലും അത് യഹൂദികൾ പറഞ്ഞാലും ക്രിസ്ത്യാനികൾ പറഞ്ഞാലും മുസ്ലിം പറഞ്ഞാലും അള്ളാഹു അത്തരം ആളുകളെ ശിക്ഷിക്കുക തന്നെ ചെയ്യും. അതിൽ നിന്ന് വിട്ടു നിൽക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. അള്ളാഹു അത്തരം ജമാഅത്തിൻ്റെ നേതൃത്വമായാലും മുസ്ലിം സമൂഹം വിട്ടു നിൽക്കുക സുന്നികളിൽ നിന്ന്. അതുപോലെ തന്നെ ഇസ്ലാം മതവിശ്വാസികൾ സമസ്തയിൽ നിന്നും വിട്ടു നിൽക്കുക. അവർ എന്നാണോ ഏകദൈവ വിശ്വാസം അംഗീകരിച്ച് കൊടുക്കുന്നത് അന്ന് നിങ്ങൾ അവരെ സഹായിക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഗുണത്തിന് പകരം ദോഷം അല്ലെങ്കിൽ ശിക്ഷ അള്ളാഹു നൽകപ്പെടുക തന്നെ ചെയ്യും. അള്ളാഹു സാക്ഷി. ഇൻഷാ അള്ളാഹ്.